ISROയുടെ അഭിമാന ദൗത്യമായ സ്പാഡക്സ് ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് രാത്രി 9:58 നടക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV 60 വിക്ഷേപണം. സ്പാഡക്സ് ഉപഗ്രഹങ്ങൾക്കൊപ്പം 24 ചെറു പരീക്ഷണ വിക്ഷേപണങ്ങളും നടക്കും. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു ഇന്ത്യ ഒരിക്കൽ കൂടി. നോക്കുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡോക്കിംഗ് പരീക്ഷണം പരീക്ഷിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും കാളിദാസ്, ഈ വർഷത്തെ അവസാന ദൗത്യം എന്നതിലുപരി ISROയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശത്ത് വലിയൊരു ശക്തിയായി മാറുന്നതിലേക്കുള്ള ഒരു പടി കൂടി മുന്നേറുന്നതിന്റെ ഭാഗം കൂടിയായി ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് മാറും എന്നുള്ളതാണ്. സ്പേഡെക്സ് എന്നതിന്റെ പൂർണ്ണ രൂപമാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നത്. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുക എന്നതാണ് ഈ ഒരു ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ചെറു ഉപഗ്രഹങ്ങൾ ഇത്തരത്തിൽ PSLV 60 പോലുള്ള ഇന്ത്യയുടെ അഭിമാന ലോഞ്ചിങ് വെഹിക്കിളുകളാണ്. മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പോലും ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാസയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ റഷ്യയ്ക്ക് വേണ്ടിയും ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് അവരുടെ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ അഭിമാന വാഹനങ്ങളാണ് PSLV റോക്കറ്റുകൾ. അത്തരത്തിലുള്ള PSLV 60 എന്ന ലോഞ്ചിങ് വെഹിക്കിളിലാണ് ഈ 2 ഉപഗ്രഹങ്ങളെയും മറ്റ് 24-ലധികം ചെറു ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ആ 24 ചെറു ഉപഗ്രഹങ്ങളും ഇത്തരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്നതാണ്. അതോടൊപ്പം ഈ 2 പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ സ്പേഡെക്സ് ദൗത്യത്തിനായുള്ള 2 സ്പേഡെക്സ് പേടകങ്ങളും ഈ ഒരു ദൗത്യത്തിൽ വിക്ഷേപിക്കും. ഈ ചേസർ എന്നും ടാർഗറ്റ് എന്നുമാണ് ഈ 2 ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഉപഗ്രഹം ലക്ഷ്യ ഉപഗ്രഹമായും മറ്റൊന്ന് അതിനെ ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് കൂടി യോജിക്കാൻ വേണ്ടി പോകുന്ന ചേസറായും പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഈ PSLVയിൽ വിക്ഷേപണ ശേഷം ബഹിരാകാശത്ത് എത്തിയതിനു ശേഷം PSLVയിൽ നിന്ന് ഈ ഉപഗ്രഹങ്ങൾ വേർപെടുകയും 2 ഉപഗ്രഹങ്ങളും 2ആയി പിരിഞ്ഞ് പോവുകയും ചെയ്യും. അതിനുശേഷം ഒരു നിശ്ചിത സ്ഥാനത്ത് വെച്ച് ഒരു നിശ്ചിത സമയത്ത് ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കും. ഇതാണ് ഇതിന്റെ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നതിന്റെ പിന്നിലുള്ള ദൗത്യം അല്ലെങ്കിൽ പിന്നിലുള്ള ആ ഒരു ശാസ്ത്രം എന്നത്. നിലവിൽ ഇത്തരത്തിൽ ബഹിരാകാശ നിലയങ്ങളെല്ലാം ബഹിരാകാശത്തുള്ള അന്താരാഷ്ട്ര നിലയങ്ങളെല്ലാം ഇത്തരത്തിലാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. താഴെ നിന്ന് ഇത്തരത്തിൽ വലിയ ഒരു സമ്പൂർണ്ണ സജ്ജമായ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കി അവിടേക്ക് വിക്ഷേപിക്കുക എന്നത് പ്രായോഗികമല്ല. നിലവിൽ ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സെന്റർ ഒക്കെ ഉള്ളതുപോലെ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭാരതീയ അന്തരീക്ഷ നിലയം, അത്തരത്തിൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്ന ഭാവിയിലേക്കുള്ള ഒരു വലിയ ലക്ഷ്യത്തിന്റെ കൂടി പരീക്ഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ പരീക്ഷണം വിജയിക്കുകയാണ്, ദൗത്യം വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ സ്വന്തമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തമായുള്ള ഒരു ബഹിരാകാശ നിലയം സാധ്യമാകും. അതിന് ഇവിടെ നിന്ന് ഓരോ യൂണിറ്റുകളായി വിക്ഷേപിക്കുകയും ആ വിക്ഷേപിച്ച ചെറു ഘടകങ്ങളെയെല്ലാം ലാബും അതുപോലെ തന്നെ നിരീക്ഷണ റൂമുകളും ഉപകരണങ്ങളും എല്ലാം അടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ ഇവിടെ നിന്ന് വിക്ഷേപിക്കുകയും ഈ വിക്ഷേപിച്ച യൂണിറ്റുകളെ ബഹിരാകാശത്തെത്തിയതിനു ശേഷം കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നതാണ് പ്രായോഗികമായ ഒരേ ഒരു കാര്യം എന്നത്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്പാഡെക്സ് പരീക്ഷണം നടത്തുന്നത്. മാത്രമല്ല ഇനി വിക്ഷേപിക്കാനിരിക്കുന്ന ചാന്ദ്രയാൻ 4ലും ഇതേ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഉപയോഗിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രതിബന്ധങ്ങൾ ഏറെയാണ്. ഗുരുത്വാകർഷണം ഇല്ല എന്നതിനാൽ തന്നെ ഇത്തരത്തിൽ ഗ്രാവിറ്റിയെ ഡിഫൈ ചെയ്യുക എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 പേടകങ്ങളുടെയും വേഗം കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. സെക്കൻഡിന്റെ ഒരു അംശം പോലും വ്യത്യാസം വരാതെ ഒരേ വേഗതയിലായിരിക്കണം ഈ 2 പേടകങ്ങളും നീങ്ങേണ്ടത്. ഇത്തരത്തിൽ നിരവധിയായ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ നിരവധിയായ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ദൗത്യം നടത്തിയെടുക്കാൻ. അതുപോലെ തന്നെ ബഹിരാകാശത്ത് സംഭവിക്കാനിടയുള്ള മറ്റ് നിരവധി പ്രശ്നങ്ങൾ, ഭീഷണികൾ, സുരക്ഷാ ഭീഷണികളെ എല്ലാം തന്നെ മറികടക്കേണ്ടതുണ്ട്. മറ്റു ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ സാങ്കേതിക തകരാറുകൾ, ബഹിരാകാശത്ത് എത്തിയതിനു ശേഷം സംഭവിക്കാനിടയുള്ള പിഴവുകൾ തുടങ്ങിയവയെല്ലാം മറികടന്ന് വേണം ഈ ഒരു ദൗത്യത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്. നിലവിൽ റഷ്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ബഹിരാകാശ പര്യവേക്ഷണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ഈ ഒരു നാഴികക്കല്ല് മറികടക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളതാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇത്തരത്തിൽ കോടികൾ മുടക്കാനില്ലാത്ത അല്ലെങ്കിൽ മറ്റ് 2 രാജ്യങ്ങളുടേതുപോലെ വലിയ രീതിയിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ഒരു രാജ്യം ആദ്യമായിട്ടാണ് സ്പാഡെക്സ് ദൗത്യത്തിന് ഒരുങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നേട്ടത്തിന് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നേട്ടം ചരിത്രമായി മാറും എന്നുള്ളത് തന്നെയാണ്.
അതോടൊപ്പം നിലവിൽ ഇത്തരത്തിൽ 24 ചെറു പരീക്ഷണ വിക്ഷേപണങ്ങൾ കൂടി ഇന്ന് രാത്രി നടക്കും. രാത്രി 9:58 വിക്ഷേപണ സമയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ വിക്ഷേപണത്തിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറോ അവസാന നിമിഷം വന്നേക്കാനിടയുള്ള എന്തെങ്കിലും പ്രതികൂല കാലാവസ്ഥയോ കണക്കിലെടുത്ത് ഇന്ന് വിക്ഷേപണം നടന്നില്ലെങ്കിൽ നാളെ ഇതേ സമയം അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി വീണ്ടും വിക്ഷേപിക്കാനാണ് ISRO തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു വിക്ഷേപണം പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് ISROയുടെ തീരുമാനം. എന്തായാലും നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ ശക്തിയായി മാറുന്നതിൽ കൂടുതൽ മുന്നിലേക്ക് പോകുന്നതിലുള്ള ആദ്യ പടിയായി ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിനെ കാണാം. അതുല്യ, അപ്പോൾ എന്തായാലും ഈ ഒരു സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് പിന്നെ വലിയ വിദൂരമായിരിക്കില്ല അല്ലേ? നിലവിൽ ഈ 2 ചെറു ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ പോലും ആ സാങ്കേതിക വിദ്യ വിജയകരമാവുകയാണ് അല്ലെങ്കിൽ കൃത്യമായി അത് നടത്താൻ കഴിയുകയാണെങ്കിൽ നിലവിൽ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളേക്കാൾ എത്രയോ ഇരട്ടി വലിയ അല്ലെങ്കിൽ അവയുടെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള വലിയ യൂണിറ്റുകൾ വിക്ഷേപിക്കാനാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നിലവിൽ വിക്ഷേപിക്കുന്നത് 220 കിലോഗ്രാം വീതം ഭാരം വരുന്ന ഓരോ ഉപഗ്രഹത്തിന്റെയും ഭാരം 220 കിലോഗ്രാം ആണ്. അത്രയധികം ഭാരം വരുന്ന 2 ഉപഗ്രഹങ്ങളെയാണ് നിലവിൽ കൂട്ടിയോജിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് സാധാരണയായി നമ്മൾ എന്തൊരു പരീക്ഷണം ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നത് പോലെ ഒരു മിനിയേച്ചർ മോഡലുള്ള പരീക്ഷണം മാത്രമാണ്. ഇത് വിജയകരമാവുകയാണെങ്കിൽ ഇതിനെ ഏതൊരു സ്കെയിലിലേക്കും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എത്ര മടങ്ങ് എത്ര ഇരട്ടി വലിപ്പമുള്ള സാധനങ്ങളെയും ഇത്തരത്തിൽ വിക്ഷേപിക്കുകയും ഇതേ രീതിയിൽ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യാം. നിലവിൽ ഇപ്പോൾ യന്ത്രക്കൈകൾ വഴിയിലുള്ള ബഹിരാകാശ മാലിന്യങ്ങളെയെല്ലാം നീക്കാൻ കഴിയുന്ന രീതിയിലുള്ള റോബോട്ടിക് ആമുകൾ യന്ത്രക്കൈകൾ ഇത്തരത്തിൽ യൂണിറ്റുകളായി വിക്ഷേപിക്കുക, അതുപോലെ തന്നെ ഭാവിയിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാക്കിംഗ് റോബോട്ടാം, അതുപോലെ തന്നെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കും. നമ്മൾ സുനിത വില്യംസിന്റെ എല്ലാം ബഹിരാകാശത്ത് പെട്ടുപോയ ഒരു സമയത്ത് ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ബഹിരാകാശത്ത് ഒരു ചെടി അല്ലെങ്കിൽ ഒരു സാധനം മുളപ്പിക്കുക എന്നൊരു പരീക്ഷണത്തെ കുറിച്ച്. അത്തരത്തിൽ ഒരു ക്രോപ്സ് ബാർ, അതായത് ഒരു വിളവെടുക്കുന്ന അല്ലെങ്കിൽ കൃഷിയുടെ ഒരു ബാർ, ക്രോപ്സ് പേലോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും സുരക്ഷിതമായ ഒരു പേടകത്തിനുള്ളിൽ വിത്തുകൾ മുളപ്പിക്കാനുള്ള അന്തരീക്ഷം നിർമ്മിച്ചുകൊണ്ട് ആ യൂണിറ്റ് വിക്ഷേപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആസ്ട്രോനട്ടുകൾക്ക് അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികർക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ തങ്ങാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ റോബോട്ടിക് ആമും നടക്കാൻ സഹായിക്കുന്ന വാക്കിംഗ് എക്യുപ്മെന്റും അതുപോലെ തന്നെ ക്രോപ്സ് പേലോഡും അടക്കമുള്ള യൂണിറ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവ കൂടി വിക്ഷേപിച്ചുള്ള ഒരു പരീക്ഷണം എന്തായാലും വരും വർഷം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ, അതായത് ഭാരതീയ അന്തരീക്ഷ നില എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ ഭാരതീയ അന്തരീക്ഷ നില എന്ന് പറയുന്നത് ഒരു ഏറെ വർഷങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരില്ല. വളരെ അടുത്തുള്ളൊരു ഭാവിയിൽ തന്നെ, സമീപ ഭാവിയിൽ തന്നെ അത് സാധ്യമാകും എന്നുള്ള രീതിയിലേക്കാണ് ISROയുടെ ഇപ്പോഴത്തെ ഒരു പുരോഗതി പോകുന്നത്. തീർച്ചയായും എന്തായാലും അഭിമാന നേട്ടം തന്നെയായിരിക്കും ഈ ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ. എന്തായാലും ഇതിനൊപ്പം തന്നെ 24 ചെറു പരീക്ഷണ വിക്ഷേപണങ്ങളും കൂടിയുണ്ട്. ആ പരീക്ഷണങ്ങളിൽ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചില പരീക്ഷണങ്ങളും കൂടി ഈ ഒരു വിക്ഷേപണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും PSLV C-60 വിക്ഷേപണം. ഈ ഒരു സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പ്രധാനമായും പരീക്ഷിക്കുന്ന 4ാമത്തെ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ മനുഷ്യനെ ഏറെ നാൾ ശൂന്യാകാശത്ത് താമസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കെല്ലാം ഇന്ത്യയും കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.